ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ബട്ട് നിങ്ങൾക്ക് സ്റ്റിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ലോൺലിനെസ് ആണ്. അതായത് മാരീഡ് ആണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് കമ്മിറ്റഡ് ആണ് എങ്കിൽ പോലും എനിക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു, ഒരു ഒറ്റയ്ക്കായ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ട് ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നോക്കാം. ഒന്നാമതായിട്ട്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളൊന്ന് ചിന്തിക്കും, ഇത് ആരോടാണ് പറയുക അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതൊക്കെ, അല്ലെ? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമ്പോൾ, നമ്മളിപ്പോൾ ആരോടാണോ അത് തുറന്ന് പറയാൻ പോകുന്നത്, നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള മറ്റേതെങ്കിലും വ്യക്തികളായിരിക്കാം. അപ്പോൾ അവർക്കത് കറക്റ്റായിട്ട് ഞാൻ എങ്ങനെയാണോ ഫേസ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ അതേ ഫീലിങ്ങോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമ്മുടെ മൈൻഡിൽ വരുന്നത് സർവ്വസാധാരണമാണ്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പാർട്ട്ണറോട് ഒരു തോന്നൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളത് പാർട്ട്ണറോട് തുറന്നു പറയുക എന്നുള്ളതാണ്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇതൊരു വലിയൊരു ഇഷ്യൂവോ അല്ലെങ്കിൽ വലിയൊരു സംഭവമോ അല്ലെങ്കിൽ ഒരു രോഗമോ ഒന്നുമല്ല. നമ്മുടെ സാഹചര്യം ബേസ് അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറുന്ന സമയത്ത് ആ ഒരു തോട്ട് കാരണം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു പ്രശ്നം തുറന്നു പറയേണ്ടത് നിങ്ങളുടെ പാർട്ട്ണറോടാണ്. സോ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം. ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യാറുണ്ട്. അതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പാർട്ട്ണറോട് സംസാരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ഫീലിംഗ്, ഒരു ലോൺലിനെസ് ഫീലിംഗ് ഉണ്ട് ഈവൻ വി ആർ കമ്മിറ്റഡ്, എന്നിട്ടും നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ആ ഒരു കമ്മിറ്റഡ് ആയതിനു ശേഷം അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റഡ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മാരേജ് എന്നുള്ളൊരു കാര്യം സംഭവിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ഇതിന് റീസൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ആ റീസൺ എന്താണെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. മൂന്നാമതായിട്ട്, ഇനി പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയമാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്, നമ്മൾ അതിൻ്റെ റീസൺ നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട്, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കൺവേ ആകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഫോർ എക്സാമ്പിൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. സോ അതാണ് മൂന്നാമതായിട്ട് ആ ഒരു പ്രശ്നം നമ്മൾക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം. നെക്സ്റ്റ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളെ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടുന്ന സമയത്ത്, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് പ്രശ്നം നേരിടുന്ന സമയത്ത് നമ്മളെപ്പോഴും ബ്ലെയിമിങ് മൈൻഡ് സെറ്റിലോട്ട് പോകും എന്നുള്ളതാണ്. നീ ആ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കാരണം കൊണ്ടാണ്, നിന്റെ ഈ പ്രവൃത്തി കാരണം കൊണ്ടാണ്, നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണ്. ഇത്തരത്തിൽ നമുക്കിങ്ങനെ ബ്ലെയിമിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ബ്ലെയിം ഗെയിമുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് വളരെ ഡയറക്റ്റായിട്ട് കാര്യം പറയുക. സോ ഇങ്ങനെ ഒരു തോന്നല് നിങ്ങളുടെ മൈൻഡിലോട്ട് അറിയാതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അതായത് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തോട്ട് വന്നാൽ മതി, പിന്നെ ഇങ്ങനെ ചിന്തിച്ച് അത് ഓവർ തിങ്കിങ് ആവും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാൻ സ്വയം ട്രൈ ചെയ്യുക. ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ്ങിലേക്കൊക്കെ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്വയം കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് പലപ്പോഴും മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പ്രയോജനകരമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 21 ദിവസത്തെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലം ആണെങ്കിലും, ഇനി റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല നമ്മുടെ മൈൻഡ്ഫുൾനെസ് വേണ്ടിയിട്ട്, നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. ഇനി നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നമ്മുടെ പാർട്ട്ണർ നേരിടുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീലിംഗ് അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയല്ല, മറിച്ച് അവരോട് ഒരു കൈൻഡ്നെസ് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ
നീ നിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരോട് ഷൗട്ട് ചെയ്യുകയോ അല്ല ഇവിടെ ചെയ്യേണ്ടത്. തീർച്ചയായും അവരെ ആഗ്രഹിക്കുന്നത് വളരെ കാമായിട്ട് അല്ലെങ്കിൽ വളരെ കൈൻഡായിട്ട് വളരെ ദയയോട് കൂടിയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അവരെ ആ ഒരു സിറ്റുവേഷനിൽ അവർ വളരെയധികം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതാണ് അവരുടെ ഈ ഒരു സിറ്റുവേഷനിലെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ച് ബ്ലെയിം ചെയ്യാതെ അല്ലെങ്കിൽ വളരെ റഫായിട്ട് അവരോട് പെരുമാറാതെ വളരെ കൈൻഡായിട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ കൂടെ സപ്പോർട്ടായി നിൽക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. നെക്സ്റ്റ്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമ്മൾ വളരെയധികം കരയണം അല്ലെങ്കിൽ നമുക്ക് വളരെ സങ്കടമൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ തന്നെ ഓവർ തിങ്കിങ് കാരണമായിരിക്കും നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കരയണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പലപ്പോഴും ചില ആളുകൾ കരഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ എനിക്ക് കരയാൻ മടിയാണ്, അല്ലെങ്കിൽ കരയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് വേണ്ട എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ഉള്ളിൽ ഒതുക്കി ആരോടും പറയാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഒരുപാട് റിലീഫ് ആകും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് കരയാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് കരയണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഞാനത് ചെയ്യില്ല, അങ്ങനെയൊക്കെയുള്ള തോട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയി നിങ്ങൾ കരയുക എന്നുള്ളതാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കേൾക്കുന്ന സമയത്ത് ഇത് ഇത്ര വലിയ കാര്യമാണോ അല്ലെങ്കിൽ എന്താ ഇപ്പൊ കരയാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ തോന്നുമായിരിക്കാം. പക്ഷെ ഇത് ഇങ്ങനെ ഒരു ഫീലിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിലീഫ് ആകാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കംഫർട്ട് ലെവലിനനുസരിച്ച് ഒന്ന് കരയാൻ ട്രൈ ചെയ്യുക. കരയണം എന്നല്ല പറഞ്ഞത്, തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ അത് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, മടിയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ട്രൈ ചെയ്യുക. ഫൈനലി നമ്മുടെ സെൽഫ് കെയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സന്തോഷിക്കുന്ന, നിങ്ങൾക്ക് കുറച്ചുകൂടി ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ലോൺലിനെസ് ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും റിക്കവർ ആകാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം, ഒരു വളരെ ഹാപ്പി ആണെന്നുള്ളത് സ്വയം എനിക്ക് തന്നെ ഫീൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും മൈൻഡ്ഫുൾനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി പോസിറ്റീവ് ആക്കി നമുക്ക് ഏത് കാര്യത്തിലും ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് മിറാക്കിൾ 30 എന്ന് പറയുന്ന ഒരു 30 ഡേയ്സ് പ്രാക്ടീസ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്